നമസ്കാരം. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മൺപാത്രം നിർമ്മാണശാലയിലാണ്. ഇവിടുത്തെ മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്നത് ഇദ്ദേഹമാണ്. പേര് ചിമ്മൻ. എത്ര നാളായിട്ട് നിങ്ങളിപ്പോൾ എത്ര കാലം? ഞങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയായിട്ട് ഇപ്പം ഞാനും അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ തൊഴിലോട്ട് പോകാം. എവിടെ നിന്നാണ് ഈ കളിമണ്ണൊക്കെ? കളിമണ്ണ് പറഞ്ഞ് ഈ പുഴയത്തൊക്കെ പാടങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ, മുകളിലുള്ള മണ്ണ് എടുത്തിട്ട് അടിയിലുള്ള മണ്ണ് കളിമണ്ണായിട്ട് വേനൽക്കാലത്താണ് മഴക്കാലത്താണ് കളിമണ്ണ് എളുപ്പത്തിൽ ലഭിക്കുന്നത്? അത് ഏത് സമയത്തും കിട്ടും. മൂന്ന് പശയല്ലേ, അതുകൊണ്ട് ഏത് സമയത്തും നമ്മളെ സൗകര്യം അനുസരിച്ച് പോയി എടുത്തിട്ട് വരാൻ നോക്കും. എങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരും? വണ്ടിപ്പൊക്കെ വണ്ടിയിൽ കൊണ്ടുവരും. മുമ്പ് പഴയ കാലത്തൊക്കെ ചുമടായിരുന്നു വരുന്നു. ഇപ്പോൾ ഒക്കെ സൗകര്യങ്ങളായില്ല. വണ്ടിയും ജെസിബിയായി ടിപ്പറായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ അതുകൊണ്ട് കൊണ്ട് തരുമല്ലോ. ഈ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഗുണമാണ്. പിന്നെ മാരകമായിട്ടുള്ള സൂക്കേടുകളൊന്നും വരില്ല, ടേസ്റ്റ് ഉണ്ടാവും. അലുമിനിയം പാത്രം മാതിരിയല്ലല്ലോ ഇത്. ഭക്ഷണം ചെയ്ത് അടുപ്പിൽ വെച്ച് വെളിയിൽ വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും കേട് വരില്ല. 1-2 ദിവസം അങ്ങനെ ഇരിക്കും. മറ്റേ അലുമിനിയം പാത്രം പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോന്നും ഇതായിട്ട് വരില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുമല്ലോ. ഇതിൻ്റെയും അതിൻ്റെയായിട്ട് മാറ്റമാകും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എങ്ങനെ നിർമ്മിക്കണോ അതുപോലെയൊക്കെ അത് നമ്മൾ ഒരു മണ്ണ് കുറയിട്ട് ഓരോ മിനിറ്റ് കൊണ്ട്, ഓരോ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് പാത്രം വലിപ്പം അനുസരിച്ച് സമയമാകും. ചെറിയ പാത്രമാണെങ്കിൽ കുറച്ച് സമയമാകും, വലിയ പാത്രമാണെങ്കിൽ 1/4 മണിക്കൂർ 15 മിനിറ്റ്, അങ്ങനെ വ്യത്യാസങ്ങൾ. കയറ്റുമതി ചെയ്യണ ആൾക്കാരോട് വന്ന് വാങ്ങും. കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരോട് വന്ന് വാങ്ങും. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകണം. മുമ്പൊക്കെ തലച്ചുമടായിരുന്നു, ഇപ്പോൾ വണ്ടികൾ സൗകര്യമായില്ല. പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോയി വെക്കും. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് പിന്നെ തലച്ചുമടായിട്ട് വേറെ ആൾക്കാർ. ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ വയസ്സൊക്കെ ആയില്ലേ, ചോർത്തേനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ആൾക്കാർ ഒന്നും വാങ്ങിയിട്ട്. എന്താണ് ഈ പാത്രം നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഇതിൽ പച്ച മണ്ണുണ്ട്, ഈ ഒരു മണ്ണിൻ്റെ മണ്ണുണ്ടോ, അതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റുക? കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കളയും. കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നല്ലോണം കഴുകിയിട്ട് ഭക്ഷണം വെച്ച് മണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ ഒരു പാത്രങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. വെള്ളത്തിനും ഈ പാത്രങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതും കറികൾ വയ്ക്കുന്നതും ഇതൊക്കെ അവിടെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലാഭമൊക്കെ എങ്ങനെയാണ്? ലാഭം പറഞ്ഞാൽ വലിയ ലാഭമൊന്നും കിട്ടില്ല. നമ്മളെ ചിലവും അങ്ങനെ കഴിഞ്ഞു തൊഴിലല്ലേ, പാരമ്പര്യ തൊഴിലല്ലേ, അങ്ങനെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള പിള്ളേർ ഈ പണിക്ക് കുട്ടികൾ പണിക്ക് മുതൽ ഇങ്ങനെ ഈ പണിക്ക് വരുന്നില്ല. കഷ്ടമുള്ള പണിയാണ്, എപ്പോഴും ചളിയും മണ്ണും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വേറെ വല്ലതൊക്കെ തൊഴിൽ ചെയ്യും. അതുകൊണ്ടിപ്പോൾ പണി കുറവാണ്. നമ്മൾ പാത്രം തട്ടത്തിൽ പണിത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തട്ടിയൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ നല്ലോണം ചെയ്യും. കളറ് പറഞ്ഞാൽ ചെമ്മണ്ണുണ്ട്. അതിൻ്റെ മണ്ണിൻ്റെ തന്നെ ഒരു ചെമ്മണ്ണ് പറഞ്ഞു, അത് വെള്ളത്തിൽ ഊറ്റി എടുത്ത് അത് ഇങ്ങനെ പുറമാറ്റി. അത് പെണ്ണുങ്ങളൊക്കെ ചെയ്യണ പണിയാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് പണി. വില പറഞ്ഞാൽ വലിപ്പം അനുസരിച്ച് 100-ൻ്റെ ഉണ്ട്, 80-ൻ്റെ ഉണ്ട്, 150-ൻ്റെ ഉണ്ട്. വലിപ്പം അനുസരിച്ച് ഒക്കെ വരും. ഈ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ പൊട്ടിപ്പോവാറുണ്ടോ? പൊട്ടും. ഉണങ്ങുമ്പോൾ പാത്രത്തിൽ ഉണക്കില്ല പറഞ്ഞാൽ പൊട്ടും. അതെങ്ങനെ തണുപ്പിൽ വെച്ചിട്ട് കുറേ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിൽ വെച്ച് നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ ചോറും. ഈ പാത്രങ്ങൾ കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്? ഇതിൽ കെമിക്കലൊന്നും, മണ്ണ് മാത്രം. ഇത് പഴയ കാലത്തുള്ളത് തന്നെ. അതല്ല, ആ പാരമ്പര്യമായിട്ട് ഇപ്പോൾ മണ്ണ് മാത്രം ഇതിൽ ഉപയോഗിക്കും.
കെമിക്കൽ ചേർത്തി കഴിഞ്ഞാൽ അത് പിന്നെ വിഷങ്ങളായില്ലേ. അപ്പോൾ കെമിക്കൽസ് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്? കെമിക്കലേ ഇല്ല അതിൽ. ഇവിടെ ഉണ്ടാക്കാറില്ല. ഇവിടെ ഇല്ല, ഇതിൽ കെമിക്കൽ ചേർത്തില്ല. പിന്നെ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഫിനിഷിങ്ങിന് വേണ്ടി വേറെ കെമിക്കൽ ചേർത്ത് അങ്ങനെ ഒരു പറച്ചിൽ വരുന്നുണ്ട്. അത് ഇവിടെ വരുന്നത് ചോദിക്കുന്നുണ്ട്. അതൊരു സംശയം ശരി തന്നെയാണ്. ഈ വഴിയോര കച്ചവടക്കാർ ചന്തങ്ങളും ഡിസൈനൊക്കെ കണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനേ പറ്റില്ല. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് വരും. പെയിൻ്റൊക്കെ ഇല്ലേ, അത് പോയി പിന്നെ ആ ചട്ടി പോയി വയ്ക്കാൻ പറ്റും. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണോ ഈ ചട്ടികൾ കൂടുതൽ പൊട്ടുക? അങ്ങനെയൊന്നുമില്ല, ചട്ടികൾ അങ്ങനെ പൊട്ടുമൊന്നും താഴെ ഇട്ടാലും അല്ലാതെ വേറെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാലും നമ്മുടെ കയ്യൊക്കെ താഴെ ഒഴുകുകയോ വല്ല മുട്ട് കിട്ടുകയോ ചെയ്താൽ ചെറിയ മുട്ടിലൊന്നും ഇപ്പം പൊട്ടില്ല. അത് എല്ലാവർക്കും പേടിയോ തൊട്ടാ പൊട്ടും, മുട്ടിയോ പൊട്ടും, അങ്ങനെ പേടിക്കേണ്ട കാര്യം. അങ്ങനെയാണ് പറഞ്ഞ പിന്നെ ഈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ പാത്രം കഴുകുമ്പോഴോ അങ്ങനെയൊന്നും പൊട്ടില്ല. കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുണ്ടാക്കണം അത് പറയും. ചെറിയൊരു ചട്ടി ഉണ്ടാക്കിയാണ്. ചട്ടി ഉണ്ടാക്കുന്ന കോജാവ് ഉണ്ടാക്കും. കൂജമൻ കൂജ
വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇതിനുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വലിയ നന്ദി.